അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ പ്രതിഷേധം ശക്തമാക്കി സഹപാഠികൾ. ഡോക്ടർ റാമിനെ പുറത്താക്കുന്നതുവരെ അനിശ്ചിതകാല സമരം തുടരാനാണ് വിദ്യാർത്ഥികളുടെ തീരുമാനം. റാം അടക്കമുള്ള 3 അധ്യാപകർക്കെതിരെ വിദ്യാർത്ഥികൾ മാനേജ്മെന്റിന് പരാതി നൽകി. രക്ഷിതാക്കളും അധ്യാപകർക്കെതിരെ രംഗത്തെത്തി. നിതിന്റെ മരണം നടന്ന് 6 ദിവസമായിട്ടും ആരോപണ വിധേയർക്കെതിരെ നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് അഞ്ചരക്കണ്ടി മെഡിക്കൽ കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികളും പരസ്യ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ജാതി അധിക്ഷേപം നടത്തിയ ഡോക്ടർ MK റാമിനെ പുറത്താക്കുന്നതുവരെ സമരം തുടരുമെന്ന് വിദ്യാർത്ഥികൾ പ്രഖ്യാപിച്ചു. വെളുത്ത കോട്ടഴിച്ചാണ് ക്യാമ്പസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധം നടന്നത്. നിതിന്റെ മരണത്തിൽ സുതാര്യമായ അന്വേഷണം വേണമെന്നും റാമിനു പുറമെ മറ്റ് 2 അധ്യാപകർക്കെതിരെയും നടപടിയെടുക്കണമെന്നും സംഘടനാ സ്വാതന്ത്ര്യം ക്യാമ്പസിൽ വേണമെന്നുമടക്കം 5 ആവശ്യങ്ങൾ ഉന്നയിച്ച് വിദ്യാർത്ഥികൾ മാനേജ്മെന്റിന് പരാതി നൽകി. പൂർവ്വ വിദ്യാർത്ഥികളും ആരോഗ്യ സർവകലാശാലയ്ക്ക് മാനേജ്മെന്റിനെതിരെ പരാതി നൽകി. അതേസമയം ഡോക്ടർ റാമിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി രക്ഷിതാക്കളും രംഗത്ത് വന്നിട്ടുണ്ട്. കുട്ടികളെ വളരെ മോശമായ വാക്കിൽ വിളിക്കുക, പിന്നെ ഹറാസ്മെന്റ്, മെന്റലായിട്ടുള്ള ഹറാസ്മെന്റ്. ഇവിടെ ഇന്റേണൽ എക്സാം കഴിഞ്ഞ സമയത്ത് ഒരു മീറ്റിംഗ് വെച്ചിരുന്നു, പേരൻസിനെല്ലാം വിളിച്ചിട്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് വളരെ മോശമായ രീതിയിലാണ് റാം സാർ പെരുമാറിയത്. കോളേജിലേക്ക് പട്ടികജാതി ക്ഷേമ സമിതിയും ഇന്ന് പ്രതിഷേധ മാർച്ച് നടത്തി. കണ്ണൂർ എടക്കാടുള്ള ഡോക്ടർ റാമിന്റെ ക്ലിനിക്കിലേക്ക് DYFIയും അന്വേഷണം വൈകുന്നതിൽ പ്രതിഷേധിച്ച് കമ്മീഷണർ ഓഫീസിലേക്ക് യൂത്ത് ലീഗും മാർച്ച് നടത്തി. മീഡിയ 1 കണ്ണൂർ.